ഞാൻ ചെയ്തു, ഞാൻ ചെയ്യും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ കാലത്തിനനുസരിച്ച് ഭൂതം, ഭാവി, വർത്തമാനം അങ്ങനെ ഉള്ള കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ സെൻറ്റൻസുകളും പല രീതിയിലാണ് പറയുക അല്ലേ. ഇത് എങ്ങനെയാണ് ഇവയെല്ലാം ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഐ ഡു, ഐ ഡു, ഞാൻ ചെയ്യുന്നു. ഐ ഡു, ഞാൻ ചെയ്യുന്നു. മേം കർത്താഹും, മേം കർത്താഹും, ഞാൻ ചെയ്യുന്നു. മേം ഞാൻ, കർണ ചെയ്യുക, കർത്താഹും ചെയ്യുന്നു. മേം കർത്താഹും. ഐ ഡിഡ്, ഞാൻ ചെയ്തു, ഞാൻ ചെയ്ത് അത്. ഐ ഡിഡ് ഇറ്റ്, ഞാൻ ചെയ്തു. മേനെ കിയ, മേനെ കിയ, ഞാൻ ചെയ്തു. മേനെ കിയ, ഞാൻ ചെയ്തു. ഐ ഡിഡ്. ഐ ഹാവ് ഡൺ, ഐ ഹാവ് ഡൺ, ഇതും എന്താണ്? ഞാൻ ചെയ്തു എന്ന് തന്നെയാണ്. മേനെ കർ ലിയ ഹേ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തു. മേനെ കർ ലിയ ഹേ, മേനെ കർ ലിയ ഹേ, ഞാനിത് ചെയ്തു. ഐ വിൽ ഡു, ഐ വിൽ ഡു, ഇത് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്യും. ഐ വിൽ ഡു ഇറ്റ്, ഇത് ഞാൻ ചെയ്യും. മേം കരൂങ്ക, ഞാൻ ചെയ്യും. മേം കരൂങ്ക, മേം കരൂങ്ക, ഞാൻ ചെയ്യും. മേം ഖാവൂങ്ക, ഞാൻ തിന്നും. മേം പീയൂങ്ക, ഞാൻ കുടിക്കും. മേം പഠൂങ്ക, ഞാൻ പഠിക്കും. മേം ചലൂങ്ക, ഞാൻ നടക്കും. മേം ദൗഡൂങ്ക, ഞാൻ ഓടും. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഈ ഊങ്ക, കരൂങ്ക ഇങ്ങനെ ചേർത്ത് പറഞ്ഞാൽ ഐ വിൽ ഡു എന്നാണ് അർത്ഥം. അപ്പം മേം കരൂങ്ക, മേം പഠൂങ്ക, മേം ചലൂങ്ക. ഓക്കെ. ഐ ആം ഡൂയിങ്, ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. നീ അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചാൽ ഐ ആം ഡൂയിങ് ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഡൂയിങ് ഹോംവർക്ക്. അല്ലെങ്കിൽ എന്താ പറയുക, ഐ ആം ഡൂയിങ് എ ഹോംവർക്ക്, അല്ലെങ്കിൽ ഐ ആം ഡൂയിങ് എന്താ സം വർക്ക്, ഞാൻ എന്തെങ്കിലും കുറച്ച് ജോലികളൊക്കെ ചെയ്യുക എന്ന് പറയാം. മേം കർ രഹാഹും, ഞാൻ ചെയ്യുന്നു. മേം കർ രഹാഹും, മേം എ കർ രഹാഹും, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വാസ് ഡൂയിങ്, ഐ വാസ് ഡൂയിങ്, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേം കർ രഹാ ഥാ, മേം കർ രഹാ ഥാ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേം ഖാ രഹാ ഥാ, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മേം ചൽ രഹാ ഥാ, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മേം എന്താണ് പീ രഹാ ഥാ, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേം ദൗഡ് രഹാ ഥാ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മേം കർ രഹാ ഥാ, മേം ഞാൻ, അത് കഴിഞ്ഞ് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് പറയാം. എന്നിട്ട് രഹാ ഥാ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഡൂയിങ്. ഐ ഡോണ്ട് ഡു, ഞാൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഐ ഡോണ്ട് ഡു, ഞാൻ ചെയ്യാറില്ല. മേം നഹീൻ കർത്ത, മേം നഹീൻ കർത്ത, ഞാൻ ചെയ്യാറില്ല. മേം ഖാന
നഹീം ഖാത്ത, ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. മേം ദൂത് നഹീം പീത്ത, ഞാൻ പാല് കുടിക്കാറില്ല. മേം ഗാന നഹീം ഗാത്ത, ഞാൻ പാട്ട് പാടാറില്ല. ഇങ്ങനെ ഐ ഡോണ്ട് ഡു, മേം നഹീം കർത്ത, ഞാൻ ചെയ്യാറില്ല. ഐ ഡിഡിൻ ഡു, ഞാൻ ചെയ്തില്ല. ഐ ഡിഡിൻ ഡു, ഞാൻ ചെയ്തില്ല. ചെയ്യാറില്ല എന്നല്ല, ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. മേനെ നഹീം കിയ, മേനെ നഹീം കിയ, ഞാൻ ചെയ്തില്ല. മേനെ നഹീം കിയ, ഞാൻ ചെയ്തില്ല. ഐ ഷുഡ് ഡു, ഞാൻ ഐ ഷുഡ് ഡു, എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യണം. മുझे करना चाहिए, മുझे खाना चाहिए, എനിക്ക് കഴിക്കണം. മുझे दौड़ना चाहिए, मुझे चलना चाहिए, मुझे दौड़ना चाहिए, मुझे लिखना चाहिए, मुझे പഠന ചാഹിയേ. അപ്പോൾ മുझे ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യണം. അപ്പോൾ മുझे കഴിഞ്ഞിട്ട് എന്താണോ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് പറയുക ചാഹിയേ. മുझे ഖാന ചാഹിയേ, എനിക്ക് ഭക്ഷണം കഴിക്കണം. മുझे ഖാന പക്കാന ചാഹിയേ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം. മുझे ഖാന പക്കാന ചാഹിയേ, എനിക്കത് ഉണ്ടാക്കണം, ഉണ്ടാക്കിയേ പറ്റൂ. ഐ ക്യാൻ ഡു, എനിക്ക് അത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയും. മേം കർ സക്താഹും, മേം ഗാ സക്താഹും, ഞാൻ അല്ലെങ്കിൽ എനിക്ക് പാടാൻ കഴിയും. മേം പഠ് സക്താഹും, എനിക്ക് വായിക്കാൻ കഴിയും. മേം ലിഖ് സക്താഹും, എനിക്ക് എഴുതാൻ കഴിയും. മേം ദൗഡ് സക്താഹും, എനിക്ക് ഓടാൻ കഴിയും. മേം ചൽ സക്താഹും, എനിക്ക് നടക്കാൻ കഴിയും. ഇതുപോലെ ഐ ക്യാൻ ഡു എന്നർത്ഥം വരുന്നത്. മേം ഞാൻ കഴിഞ്ഞിട്ട് എന്താണോ കർ, നമ്മൾ ചെയ്യുന്ന കാര്യം, കർണ ക്രിയ അവിടെ പറയാം. എന്ത് ക്രിയയാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ മേം ഖാ സക്താഹും, മേം പീ സക്താഹും, മേം ഗാന ഖാ സക്താഹും, ഞാൻ പാട്ട് പാടും, എനിക്ക് പാട്ട് പാടാൻ കഴിയും. മേം ലിഖ് സക്താഹും, എനിക്ക് എഴുതാൻ കഴിയും. അങ്ങനെ എന്താണോ ചെയ്യുന്നത് അത് പറഞ്ഞ സക്താഹും എന്നെഴുതാം. ഐ ഹാവ് ടു ഡു, ഐ ഹാവ് ടു ഡു. മുझे करना है, എനിക്കത് ചെയ്യണം. മുझे करना है, മുझे പഠന है, എനിക്ക് പഠിക്കണം. മുझे दौड़ना है, എനിക്ക് ഓടണം. മുझे ചലന है, എനിക്ക് നടക്കണം. മുझे ലിഖ്ന है, നീ പോയിക്കോ, എനിക്ക് എഴുതാനുണ്ട്, എനിക്ക് എഴുതണം. മുझे ലിഖ്ന है. ഓക്കെ, അപ്പം ഇത് ഓരോന്നും കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓരോന്നും കൃത്യമായി പഠിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ബൈ.